നിങ്ങളൊന്ന് ആലോചിച്ചു ഈ 80's മോഡലിൽ ഇത്രയും ചുമ്മാ നല്ല ഈ വണ്ടിക്കൊക്കെ ഇത്രയും ഫാൻ ബേസ് വരുന്നത് കോൺസെപ്റ്റിലാണ് അവർ അന്ന് ഇറക്കിയിട്ടുള്ളത്. അന്ന് ഇത് ചെറുതായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ കവറായിട്ടുള്ള ഇവിടെയൊക്കെ ഓരോ ബട്ടണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം റീസെറ്റ് റേഞ്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ്. ഈ 6 സിലിണ്ടർ എൻജിൻ പെട്രോൾ എൻജിനാണ് വരുന്നത്. അപ്പോൾ ഇത് ഗിയർ ബോക്സ് ആണ്. നമ്മൾ നേരത്തെ ഒരു E36ൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്ത്. കാരണം വേറൊന്നുമല്ല, അതിൽ കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നിയമം അത് പിന്നെ പലരുടെയും വാശി, അത് പിന്നെ പോട്ടെ, അത് നമ്മൾ വിട്ടിരിക്കുന്നത്. അതിന് പകരം നമ്മൾ വേറൊരു റെയർ ഐറ്റം 5 സീരീസ് 80's മോഡലാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഇതെടുത്തിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഇതെടുത്ത് നല്ല സെറ്റപ്പായിട്ട്, അതായത് ഇത് റെയർ ഐറ്റം തന്നെയാണ്. അത് ഇൻലൈൻ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്നത് അല്ലേ? പെട്രോൾ എഞ്ചിൻ. ഓക്കെ. അപ്പോൾ ഇത് US നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. വളരെ റെയർ ഐറ്റം. നമ്മൾ ഇത് കേരളത്തിൽ ഇപ്പം DQൻ്റെ കയ്യിലും പിന്നെ സൗബിനിക്കയുടെ കയ്യിലും ഒക്കെ ഉള്ള ഈ ഒരു വണ്ടി. പക്ഷേ അതിലും അവരുടെ ഡീസലാണ് തോന്നിയിരിക്കുന്നല്ലേ? DQൻ്റെ ഇതിലും കുറച്ച് പറയണല്ലേ, ഓക്കെ. അത് പെട്രോളാണ്. സൗബിനിക്കടയിൽ ഡീസൽ വണ്ടി. ഓക്കെ. ഇവരുടെ 3 പേരുടെ കയ്യിൽ ഉള്ളതാണ് നമ്മുടെ അറിവിൽ. ഇനിയും വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. ഈ റെയർ വണ്ടികൾ എടുത്ത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഇത് നിങ്ങളെ പലർക്കും അറിയായിരിക്കാം. പക്ഷേ ഇതൊരു ആഗ്രഹമാണ്. ഈ ഒരു വണ്ടി, അതായത് കളക്റ്റീവ് കാർ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയാണ്. ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ഇത് ഇന്നാടെ വണ്ടിയാണ്, ഇത് ഇന്നാടെ വണ്ടിയാണെന്ന് പറയുന്ന ആ ഒരു സുഖം നമുക്കൊരു ഫീലാണത്. പലരും പറയും കാശിൻ്റെ ആണെന്ന് പറയും, വേറെ പലതും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ മിഷനെ, ഇതിൻ്റെയൊക്കെ എഞ്ചിനെയൊക്കെ വെറും ഒരു ഇതായിട്ടില്ല, ഇതിനൊക്കെ ജീവനുണ്ടെന്ന് കരുതുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവർ. അതായത് വണ്ടി ഭ്രാന്തായിട്ട് നടക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, ഇതൊക്കെ ഒരു ഫീലാണ്. എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പലരും പല കമൻ്റൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. കാശിൻ്റെ ഇതാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു 110 എടുത്ത് തീരെ പോയ വണ്ടി, അതായത് പ്ലാറ്റ്ഫോം സഹിതം മൊത്തം തുരുമ്പിച്ച് പോയ വണ്ടികളൊക്കെ എടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഈ 110 എന്നൊക്കെ പറയുന്നത് റെയർ വണ്ടികളാണ്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള വണ്ടികളൊക്കെ 10, 60, 64 വർഷമൊക്കെ പഴക്കമുള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞങ്ങളും ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വഴിയെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ബാക്കി അപ്ഡേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ E36ഉം ഈ 5 സീരീസും എല്ലാം എടുത്തിരിക്കുന്നത് നമ്മുടെ സാബിത് ബ്രോയാണ്. പുള്ളി നല്ലൊരു വണ്ടി ഭ്രാന്തനാണ്. കുറേ നാൾ കൊണ്ട് പുള്ളി അറിയാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം നമ്മുടെ സാബിത് ബ്രോ പറയും. ഇപ്പം നമ്മൾ എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് ഒരു 2 വർഷത്തിന് മേളിലായി. ഇപ്പോൾ വേറെ 1-2 ഒരു E36 അതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി പ്രൊജക്റ്റ് നോക്കാൻ പറ്റാണ്ട് പിന്നെ ഇപ്പൊ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടിട്ടൊക്കെയാണ് മറ്റേ ആ പേപ്പർ വർക്ക് കൊണ്ടിട്ടാണ് 36 ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല, ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് പോട്ടെ. ഓക്കെ. അപ്പൊ ഇത് കൂടുതലും ഇത് ഭയങ്കര റെയർ സാധനം, ഇതായത് റെയർ പീസ് ആയതുകൊണ്ടിട്ട് ഇതിലേക്ക് ഫുള്ള് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ എന്താണ് ഇതിന്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ പിൻ ടു പിൻ റെസ്റ്റോറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഇപ്പൊ പാർട്സ് കാനഡയിൽ കുറെ പാർട്സ് മേടിച്ചിട്ട് അവിടെ നിന്ന് ദുബായിലേക്ക് വിട്ടിട്ട് ദുബായിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് സാധനങ്ങൾ. പിന്നെ എഞ്ചിന് കാര്യങ്ങളെല്ലാം ഫുള്ളി റിമൂവ്ഡ് ആണ്. എന്തായാലും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് എന്താ പറയണ ഒരു പുതുതായിട്ട് തന്നെ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ഇറക്കുന്നത് അതുപോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇറക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒത്തിരി ഇതാക്കിയിട്ട് കാര്യമില്ല. സ്റ്റോക്ക് വണ്ടിക്കാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം എല്ലാ സാധനവും ഒത്തിരി പാർട്സ് മേടിച്ച് വരുന്നുണ്ട്. അപ്പൊ പിൻ ടു പിൻ എന്തായാലും പിന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ കാണാം എന്താണ് അപ്ഡേറ്റ്. ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ തന്നെ പുള്ളി പറഞ്ഞ കണ്ടോ, ഇത് മെയിൻ ആയിട്ട് നമ്മൾ കാനഡയിൽ നിന്ന് സാധനം ഇതിന്റെ എടുത്തിട്ട് നേരെ ദുബായ് കൊണ്ടുവന്ന് അവിടുന്ന് ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊക്കെ എന്ന് പറയുന്നത് കസ്റ്റംസ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ റെയർ വണ്ടികളെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഇറങ്ങാൻ ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്. നല്ല സമയമെടുക്കും നമ്മൾ ഈ വർക്ക് ചെയ്യാൻ കയറ്റിയാലും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു പാർട്സും ഇന്ത്യയിൽ കിട്ടുന്നത് കിട്ടുമായിരിക്കാം, പക്ഷേ വളരെ ചുരുക്കമാണ് ഇന്ത്യയിൽ നമുക്ക് ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി. ഇതെല്ലാം നമ്മൾ വെളിരാജ്യത്ത് നിന്ന് വേണം ഓരോന്നും വരുത്തിക്കാനായാലും നമ്മൾ കൊണ്ടുവന്ന് വർക്ക് ചെയ്യും. ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താണെന്നറിയോ, ഇതെല്ലാം ആഗ്രഹമാണ്. ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് റോട്ടിൽ ഇറക്കണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇറക്കണം. വേറൊരു വണ്ടിയുടെ സാധനമോ കാര്യങ്ങളോ ഒന്നും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഈ സെയിം സാധനമൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. വാ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. വണ്ടി ഓവറോൾ നോക്കുമ്പോൾ ഒരു ബോക്സ് ടൈപ്പാണ് മൊത്തത്തിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്ക് ഗ്രില്ല് അത് അന്നേ ഒരു കിഡ്നി ടൈപ്പ് അവരതാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ അന്നേ ഇറക്കിയിട്ടുള്ളത്. അന്ന് ഇത് ചെറുതായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ കവറായിട്ടുള്ള ഗ്രില്ലാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുമ്പോഴത്തേക്ക് റൗണ്ട് ഷേപ്പ് വരുന്ന ഹെഡ് ലാമ്പാണ് അന്നേ അവർ ഇറക്കിയത്. ഇപ്പോഴാണ് ഏഞ്ചൽ ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ ബമ്പർ ഇത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം ഇളക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി സൈഡ് ലുക്ക് വരുമ്പോഴത്തേക്ക് അന്നിറങ്ങിയ അതേ സ്റ്റോക്ക് അലോയാണ് ഇപ്പോഴും വണ്ടിയിൽ കിടക്കുന്നത്. 14 സൈസ് വരുന്നത്. ആ ഒരു സെയിം അലോയ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇത് സ്റ്റോക്ക് ലുക്കിൽ തന്നെ വണ്ടി ഇറക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് വേണം അലോയ് കാര്യങ്ങളൊക്കെ മാറാം. അതൊന്നും മാറാതെ സ്റ്റോക്ക് കണ്ടീഷൻ അന്ന് എങ്ങനെ ഇറങ്ങിയ വണ്ടി അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും നമ്മൾ വണ്ടി ഇറക്കുന്നത്. സൈഡ് ലുക്ക് പിന്നെ അധികം ഒന്നും പറയാനായിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ സൈഡ് ബേസ് വരുമ്പോഴത്തേക്ക്. ഓക്കെ, പിന്നീട് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 528-ൻ്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. BMW ബാഡ്ജ് കാണാം. അതുപോലെ തന്നെ ബാക്ക് ബമ്പർ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം A to Z വർക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ആൻറ്റിന് വരുന്നത് ഇതൊരു മറ്റേ ഓട്ടോമാറ്റിക്കല്ലേ ഇത് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് ആൻറ്റിനയാണ് അന്നും വന്നിരുന്നത്. ഇത് സ്വിച്ചിൽ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ആൻറ്റിനയാണ് വരുന്നത്. ടെയിൽ ലാമ്പ് അത്യാവശ്യം നല്ല ഈ സൈഡ് ബേസ് തന്നെ വന്നിട്ട് ഇവിടം വരെ എത്തുന്ന ഒരു ടെയിൽ ലാമ്പാണ്. ഫുള്ളി കവറായിട്ടാണ് ടെയിൽ ലാമ്പ് നമുക്ക് വന്നിരിക്കുന്നത്. വണ്ടി ഓവറോൾ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു പോഷ് ലുക്ക് ഉണ്ടല്ലോ അത് വേറെ റേഞ്ചാണ്. ഇപ്പോൾ തന്നെ വണ്ടി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇൻറ്റീരിയർ ബേസ് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വരുന്നത്. ഈ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നതുണ്ടല്ലോ, ഞാൻ വണ്ടി നമ്മൾ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടോ പറയുമല്ല, ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ, ഒരു ലക്ഷറി ഫീല്. അതായത് ഇത് കണ്ടോ സോഫ സീറ്റാണ് സംഭവം. പക്ഷേ ഇതിൽ തന്നെയാണ് നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഓട്ടോമാറ്റിക്കാണ്. അതായത് അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം എല്ലാ സ്വിച്ച് കാര്യങ്ങൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇത് മാറ്റുന്നതാണെങ്കിൽ എല്ലാം ഓരോ സ്വിച്ചിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 80's മോഡലിൽ ഈ ഒരു ഐറ്റം ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വേറെ റേഞ്ച്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുമ്പോഴത്തേക്ക് മൈൽസ് പെർ അവറും കിലോമീറ്റർ പെർ അവറും ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ നോക്കി വേറെ റേഞ്ച് സാധനം. അതുപോലെ തന്നെ ഇവിടൊക്കെ ഓരോ ബട്ടണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം റീസെറ്റ് റേഞ്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ്. ഇത് ടെമ്പറേച്ചർ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നോക്കി ഇത് കറക്റ്റ് മുകളിൽ ഇതെല്ലാം വാർണിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോഴത്തെ വണ്ടിയിൽ പോലും ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കറക്റ്റ് ഒരു എനിക്ക് തോന്നുന്നതാണ് ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് ലുക്ക് ഉണ്ടല്ലോ, ഫ്ലൈറ്റിൽ വേറെ റേഞ്ച് സാധനം. വേറെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരിക്കും വണ്ടി നമ്മൾ ഇറക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു സാധനമൊക്കെ നമ്മൾ റൂട്ടിൽ ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ സാബിത് ബ്രോ എന്നൊക്കെ പറയുന്ന പുള്ളി അത്യാവശ്യം നല്ലൊരു വണ്ടി ഭ്രാന്തനാണ് പുള്ളി. അല്ലെങ്കിൽ ഈ ഒരു ഐറ്റമൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി. ഇത് ലോക്ക്ഡൗൺ ടൈമിലൊക്കെ പുള്ളി ഇതിൻ്റെ പുറവിന് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. വണ്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നത് വണ്ടിക്ക് ജീവനുണ്ടെന്ന് കരുതിയിട്ട് സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് വണ്ടി അവരെ അങ്ങനെ റോട്ടിൽ കിടത്തത്തില്ല. വേറെ ഫീലാണ് കേട്ടോ ഈ ഒരു സാധനം. ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ റൂം ഞാൻ കാണിച്ചു തരാവേ. എൻജിനില്ല, എൻജിൻ നമ്മളകത്ത് വർക്ക് ചെയ്യാൻ കയറ്റിയേക്കും, അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ A to Z നമ്മൾ 1 തുടങ്ങുവാണ് പരിപാടി. 1 അതായത് വർക്ക് ചെയ്യാൻ വേണ്ടി പിൻ ടു പിൻ നമ്മൾ സെറ്റാക്കിയായിരിക്കും വണ്ടി ഇറക്കുന്നത്. നിങ്ങൾ അന്നത്തെ കാലത്തും ഈ ക്രൂയിസ് കൺട്രോൾ ഇതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ടോ, അന്ന് കാണിച്ചു കൊടുത്തേ മോനെ, ഇത് കണ്ടോ ABS. നിങ്ങളൊന്ന് ആലോചിച്ച് ഈ 80's മോഡലിൽ ഇത്രയും ചുമ്മാ നല്ല ഈ വണ്ടിക്കൊക്കെ ഇത്രയും ഫാൻ ബേസ് വരുന്നത്. ഇപ്പം
വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് BMW തന്നെയാണ്. അപ്പം ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഫാൻ ബേസ് വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം, എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീൽ. അപ്പോൾ ഇതാണ് നമ്മുടെ BMW എൻജിൻ വരുന്നത്. ഇതാ 6 സിലിണ്ടർ എൻജിൻ, പെട്രോൾ എൻജിനാണ് വരുന്നത്. അപ്പോൾ ഇത് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ഇതെല്ലാം ഇനി വർക്ക് തുടങ്ങണം. ഇതെല്ലാം ഒരുപാട് ഇതിൻ്റെയൊക്കെ സാധനമൊക്കെ വരുന്നതെന്നൊക്കെ പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം സാബിത് ബ്രോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാനഡ ഈ സാധനം ഇപ്പം ദുബായ് വന്ന് കിടക്കും അല്ലേ, ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറേ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ. അത്രയ്ക്കൊരു ക്രേസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളിതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ, അതായത് വർക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി നമ്മൾ ഈ വർഷം തന്നെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പം മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. നല്ല അടിപൊളി, ഇതുപോലെ നല്ല അടിപൊളി വെറൈറ്റി വണ്ടികളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.